നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ആകെ മത്സരിക്കുന്നത് 7101 സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞെങ്കിലും വിജയത്തിന് ഭീഷണിയായി പലയിടത്തും വിമത. കുന്നംകുളത്ത് മത്സര രംഗത്ത് ആകെ 140 പേർ. കോൺഗ്രസിലെയും സേവ് കോൺഗ്രസിലെയും നേതാക്കൾ റിബലുകളായി രംഗത്ത്. കോൺഗ്രസ് റിബലുകളിൽ റെക്കോർഡിട്ട് വേലൂർ പഞ്ചായത്ത്. കാട്ടകാമ്പാലിൽ വിമത സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിപ്പിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. കോവിഡ് ഭീതിക്കിടയിലും നിയന്ത്രണങ്ങൾ പാലിച്ച് ഗുരുവായൂരിൽ ഗജരാജൻ കേശവൻ അനുസ്മരണം. നിയന്ത്രണങ്ങളോടെ സംഗീത പെരുമഴയായി പഞ്ചരത്ന കീർത്തനാലാപനം. ചെമ്പൈ സ്മാരക പുരസ്കാരം മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് സമ്മാനിച്ചു. സംസ്ഥാനത്ത് 5420 പേർക്ക് കൂടി കോവിഡ്. 4693 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 5149 പേർക്ക് രോഗമുക്തി. 24 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 556 പേർക്ക് കൂടി കോവിഡ്. 924 പേർ രോഗമുക്തരായി. വാർത്തകൾ വിശദമായി. ആദ്യം നാട്ടകം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെ ജില്ലയിലാകെ മത്സര രംഗത്തുള്ളത് 7101 സ്ഥാനാർത്ഥികൾ. ഇതിൽ 3403 പുരുഷന്മാരും 3698 വനിതകളും ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 107 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഇതിൽ 55 പുരുഷന്മാരും 52 വനിതകളും ഉൾപ്പെടുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 230 പേർ മത്സരിക്കും. ഇതിൽ 122 പേർ പുരുഷന്മാരും 108 പേർ വനിതകളുമാണ്. 7 നഗരസഭകളിലായി ആകെ 964 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചാവക്കാട് നഗരസഭയിൽ ഇക്കുറി ജനുവരി തേടുന്നത് 108 സ്ഥാനാർത്ഥികളാണ്. അതിൽ 53 പേർ പുരുഷന്മാരും 55 വനിതകളുമാണ്. ഗുരുവായൂരിൽ മത്സരരംഗത്തുള്ളത് 147 സ്ഥാനാർത്ഥികളാണ്. 66 പുരുഷന്മാരും 81 വനിതകളും മത്സരിക്കുന്നുണ്ട്. കുന്നംകുളത്ത് ജനുവരി തേടുന്നത് ആകെ 140 സ്ഥാനാർത്ഥികളാണ്. 72 പേർ പുരുഷന്മാരും 68 പേർ വനിതകളുമാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ 133 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഇതിൽ 63 പേർ പുരുഷന്മാരും 70 പേർ വനിതകളുമാണ്. ന്യൂസ് ഡെസ്ക് CCTV. കുന്നംകുളത്ത് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 140 പേരാണ് മത്സര രംഗത്തുള്ളത്. വിമത കോൺഗ്രസ് നേതാക്കൾക്ക് പറഞ്ഞ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നൽകിയ ഒരു സീറ്റ് വിമത വിഭാഗം വേണ്ടെന്ന് വെച്ചു. മുൻ വിമത കോൺഗ്രസ് കൗൺസിലർ KK ആനന്ദിന്റെ ഭാര്യ പ്രിയ ആനന്ദിന് കോൺഗ്രസ് നൽകിയ സീറ്റാണ് വേണ്ടെന്ന് വെച്ച് പത്രിക പിൻവലിച്ചത്. കോൺഗ്രസ് നേതൃത്വം വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചുവെന്ന് ആരോപിച്ച് നേതാക്കളടക്കം കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ വിമതരായി രംഗത്തുണ്ട്. നഗരസഭ 9ാം വാർഡിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രിയ ആനന്ദനാണ് പത്രിക പിൻവലിച്ച് പ്രതിഷേധിച്ചത്. കോൺഗ്രസിൽ തിരിച്ചു വന്ന വിമതർക്ക് വാഗ്ദാനം നൽകിയ സീറ്റുകൾ നൽകാതെ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ചാണ് മുൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദന്റെ ഭാര്യയായ പ്രിയ കൈപ്പത്തി ചിഹ്നം വലിച്ചെറിഞ്ഞ് പത്രിക പിൻവലിച്ചത്. ഇവിടെ കോൺഗ്രസിന് ഡെമ്മി സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇതെന്ന് ഇവർ പറഞ്ഞു. പാർട്ടി തീരുമാനമനുസരിച്ച് ആദ്യം പ്രവർത്തനം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ തഴഞ്ഞാണ് വിമതപക്ഷത്തു നിന്നും തിരിച്ചെത്തിയ ആനന്ദിന്റെ ഭാര്യയായ പ്രിയയ്ക്ക് സീറ്റ് നൽകിയത്. പ്രിയ ആനന്ദിന് സീറ്റ് നൽകിയ സാഹചര്യത്തിൽ വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റി രാജിവെച്ചിരുന്നു. എന്നാൽ തിരിച്ചെത്തിയ കൂട്ടത്തിലുണ്ടായിരുന്ന മിഷ സെബാസ്റ്റ്യൻ വാർഡ് 23-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷവുമായി സഹകരിച്ച സേവ് കോൺഗ്രസ് എന്ന പേരിലുണ്ടായിരുന്ന വിമതപക്ഷം ഇടതുപാളയത്തിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചതോടെ ഇവർക്ക് 6 സീറ്റ് നൽകാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നു. എന്നാൽ ഇരുട്ടി വെളുക്കും മുമ്പേ ഇവരെ ഇടതുപാളയത്തിൽ നിന്നും മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. 4 സീറ്റുകൾ ഇവർക്ക് നൽകാമെന്ന വ്യവസ്ഥിതിയിലായിരുന്നു നീക്കം. പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കുന്നംകുളം കോൺഗ്രസ് കമ്മിറ്റി പരാജയപ്പെട്ടതോടെ അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നീണ്ടു. ഇതിനിടെ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം 4 വാർഡുകളിൽ തിരിച്ചെത്തിയവർ പത്രിക നൽകിയിരുന്നുവെങ്കിലും ഇവരിൽ പ്രമുഖരായ CV ബേബിക്കും സോമൻ നായർക്കും സീറ്റ് നിഷേധിച്ച് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകി. ഇതോടെയാണ് തങ്ങളെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങിയത്. വിമത നേതാക്കളായ CV ബേബി 12-ലും T സോമൻ നായർ 16-ലും മത്സരിക്കും. ഇതിനു പുറമെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവസാന നിമിഷം വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് വാർഡ് 15-ൽ KV ഗീവർ, 19-ൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അജിത് ചീരൻ, 20-ൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സാണ്ടർ, 16-ൽ ന്യൂനപക്ഷ കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ ജോബി എന്നിവരും മത്സരരംഗത്തുണ്ട്. ഇതിനു പുറമെ പല വാർഡുകളിലും കോൺഗ്രസ് പ്രവർത്തകർ പത്രികകൾ പിൻവലിച്ചിട്ടില്ല. പ്രമുഖരുൾപ്പെടെയുള്ള റിബൽ ശല്യം വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുക. CCTV ന്യൂസ് കുന്നംകുളം. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വേലൂർ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. UDF മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും എല്ലാ വാർഡുകളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്.
വാർഡ് 1 പാത്രമംഗലത്ത് ഷീജ ലയോൺ, വാർഡ് 2 വെള്ളാറ്റഞ്ഞൂർ വടക്കിൽ എ രവീന്ദ്രൻ, വാർഡ് 3 തയ്യൂരിൽ രമാദേവി, 4 പഴവൂരിൽ മഞ്ജുഷ, 5 കോടശ്ശേരിയിൽ രാമചന്ദ്രൻ, 6 വെങ്ങലശ്ശേരിയിൽ വി ബാലകൃഷ്ണൻ, 7 അർണോസ് നഗറിൽ വിജിനി ഗോപി, 8 കുട്ടംകുളത്ത് കുര്യാക്കോസ് ജോൺ, 9 കിരാലൂരിൽ ലക്ഷ്മി ജയപ്രകാശ്, 10 കുറുമാൽ പടിഞ്ഞാറ് അജി ജോഷി, 11 കുറുമാൽ കിഴക്ക് സുഭാഷ് തിരുത്തിയിൽ, 12 വെങ്ങലശ്ശേരി പടിഞ്ഞാറ് സൈമൺ സി ഡി, 13 വെള്ളാറ്റഞ്ഞൂർ തെക്ക് ബാബു, 14 വേലൂരിൽ സ്വപ്ന രാമചന്ദ്രൻ, 15 തലക്കോട്ടുകര ഈസ്റ്റിൽ സുഹറ ബഷീർ, 16 തണ്ടിലത്ത് റെന്നി, 17 പുലിയന്നൂരിൽ ലൂസി ജോസ് എന്നിവരാണ് DCC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ് വേലൂർ. കോൺഗ്രസ് റിബലുകളിൽ റെക്കോർഡിട്ട് വേലൂർ പഞ്ചായത്ത്. 17 വാർഡുകളിൽ 7 വാർഡിലും വിമത സ്ഥാനാർത്ഥികൾ. ഇതിൽ 2 പേർ പ്രമുഖരാണ്. ഒരു വാർഡിൽ 2 റിബലുകളുണ്ടാകുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. വാർഡ് 2 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായ രവീന്ദ്രൻ അമ്പക്കാട്ടിനെതിരെ റിബലായി മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവും മാധ്യമപ്രവർത്തകനുമായ അനിൽ മാസ്റ്ററാണ്. 2 തന്നെ കോൺഗ്രസ് റിബലായി യൂത്ത് കോൺഗ്രസ് നേതാവ് അഭിലാഷും മത്സരിക്കുന്നുണ്ട്. വാർഡ് 5 കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ PP രാമചന്ദ്രന് റിബലായി മത്സരിക്കുന്നത് വേലൂരിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന ചന്ദ്രൻ വട്ടംപറമ്പിലിന്റെ മകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന നിധീഷ് ചന്ദ്രനാണ്. കോൺഗ്രസിന്റെ ഉറച്ച വാർഡായതിനാൽ ഇവർ തമ്മിലായിരിക്കും കടുത്ത മത്സരം നടക്കുക. വാർഡ് 11 കോൺഗ്രസ് നേതാക്കളായ TG സുഭാഷും ജോബ് ഒലക്കെങ്കിലുമാണ് മത്സരം. സുഭാഷാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. വാർഡ് 13 ഔദ്യോഗിക സ്ഥാനാർത്ഥി PJ ബാബുവിന് റിബലായി മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ LC ഔസേപ്പാണ്. വാർഡ് 17 ലൂസി ജോസിന് റിബലായി മത്സരിക്കുന്നത് മുൻ പഞ്ചായത്ത് അംഗം വത്സ ജോസാണ്. 14 വാർഡിൽ മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സ്വപ്ന രാമചന്ദ്രന് റിബലായി മത്സരിക്കുന്നത് കോൺഗ്രസ് ഡെമ്മിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സിനിയാണ്. ഇവർ പത്രിക പിൻവലിക്കാൻ തയ്യാറാകാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. വേലൂർ പഞ്ചായത്തിൽ മുൻകാലങ്ങളെപ്പോലെ പല വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിലായിരിക്കും കടുത്ത മത്സരം നടക്കുക. CCTV ന്യൂസ് വേലൂർ. പുന്നൂർ പുന്നൂർക്കുളം പഞ്ചായത്തുകളിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെയും റിബൽ സ്ഥാനാർത്ഥികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെ 2 പഞ്ചായത്തുകളിലായി 142 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പല മുന്നണികളുടെയും ഡമ്മി സ്ഥാനാർത്ഥികളും വിമതരും പിൻവലിച്ചതോടെ യഥാർത്ഥ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ 19 വാർഡുകളിൽ നിന്ന് 151 നാമനിർദ്ദേശ പത്രികയിൽ നിന്ന് 83 പേരാണ് പിൻവലിച്ചത്. ഇതോടെ പഞ്ചായത്തിൽ 68 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 7-8 വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. 5 പേരാണ് ഈ വാർഡുകളിൽ ജനവിധി തേടുന്നത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ഉള്ളത് 18-ാം വാർഡിലാണ്. ഇവിടെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി സെലീന മൊയ്തീൻ പിൻവലിച്ചതോടെ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉള്ളത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ശിവദാസ് കൊമ്മേരി, സബ് രജിസ്ട്രാർ ഓഫീസ് ക്ലർക്ക് ജസീറ, പഞ്ചായത്ത് ക്ലർക്ക് ഷമീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ പഞ്ചായത്തിലെ 20 വാർഡുകളിലേക്കായി 74 സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 11-ാം വാർഡിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയടക്കം 6 പേരാണ് മത്സരരംഗത്തുള്ളത്. 2, 4, 5, 8, 10, 13, 14, 17, 18, 19 വാർഡുകളിൽ 3 സ്ഥാനാർത്ഥികൾ വീതവും മത്സരരംഗത്തുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി, കോട്ടപ്പടി സബ് രജിസ്ട്രാർ എന്നിവർ ചേർന്നാണ് അന്തിമ നാമനിർദ്ദേശ പട്ടിക പുറത്തുവിട്ടത്. CCTV ന്യൂസ് പുന്നയൂർക്കുളം. പുന്നയൂർക്കുളത്തെ LDF കൺവെൻഷനിൽ സ്ഥാനാർത്ഥിക്ക് വിലക്ക്. കൺവെൻഷനെത്തിയ CPI അംഗമായ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ചുപോയി. പുന്നയൂർക്കുളം പഞ്ചായത്ത് വാർഡ് 15 നടന്ന പരിപാടിയിലാണ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അണ്ടത്തോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി നജീർ മാളിയേക്കലിനെ പ്രാദേശിക CPM പ്രവർത്തകർ എതിർത്തത്. എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് കൺവെൻഷനിൽ പങ്കെടുക്കാതെ സ്ഥാനാർത്ഥിയും CPI ലോക്കൽ സെക്രട്ടറിയും തിരിച്ചുപോവുകയായിരുന്നു. LDF യോഗം നിശ്ചയിച്ച തീയതി അനുസരിച്ചാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതെന്നും CPM പ്രവർത്തകർ എതിർപ്പുമായി വന്നപ്പോൾ പങ്കെടുക്കാതെ തിരിച്ചുപോവുകയാണുണ്ടായതെന്നും സ്ഥാനാർത്ഥിയായ നജീർ മാളിയേക്കൽ പറഞ്ഞു. അണ്ടത്തോട് ഡിവിഷൻ സീറ്റ് CPIക്ക് നൽകിയതിൽ CPMനകത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രാദേശിക CPM പ്രവർത്തകരുടെ പിന്തുണയിൽ ഫൈസൽ തേച്ചൻപുരയ്ക്കൽ എന്നയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതാണ് കൺവെൻഷനിൽ LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പങ്കെടുപ്പിക്കാതെ അപമാനിച്ച് തിരിച്ചയക്കുന്നതിലേക്ക് നയിച്ചത്. അതേസമയം പുന്നയൂർക്കുളം പഞ്ചായത്ത് തല കൺവെൻഷനിൽ LDFന്റെ മറ്റു സ്ഥാനാർത്ഥികൾക്കൊപ്പം നജീറും പങ്കെടുത്തിരുന്നു. പിന്നീട് അണ്ടത്തോട് ഡിവിഷനിൽ തന്നെ തങ്ങൾപ്പടി 1-ാം വാർഡിലും നടന്ന കൺവെൻഷനിലും പങ്കെടുത്തു.
അവിടെയൊന്നും ഇത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. CPI ലോക്കൽ സെക്രട്ടറിയും പുന്നൂർകുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും കൂടിയായ പ്രവീൺ പ്രസാദിനെ പോലും അറിയിക്കാതെയാണ് കൺവെൻഷൻ നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ പാർട്ടി മുന്നണി മേൽഘടകത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും നജീർ പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർകുളം. ഗുരുവായൂർ നഗരസഭ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ AT സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, CH റഷീദ്, CA ജേക്കബ്, R രവികുമാർ, ജോയ് ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് 43 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ വികസനം നടപ്പിലാക്കിയെന്ന് CPM. വികസനത്തെ അട്ടിമറിച്ചുവെന്ന് കോൺഗ്രസ്. കുന്നംകുളത്ത് CCTVയും പ്രസ് ക്ലബും ചേർന്ന് നടത്തിയ ജനകീയം തത്സമയ സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു നേതാക്കൾ. ജനകീയ സംവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. പഞ്ചായത്തിൽ സമ്പൂർണ്ണ വികസനം നടപ്പിലാക്കിയെന്ന് മുൻ പ്രസിഡന്റ് KS കരീം അവകാശപ്പെട്ടു. അർഹതപ്പെട്ടവർക്ക് മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയെന്നും കാർഷിക മേഖലയിൽ 90% തരിശുഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കിയെന്നും കേച്ചേരിപ്പുഴ ശുചീകരിച്ച് 7 കിലോമീറ്റർ നീളത്തിൽ സ്ഥലം പിടിച്ചെടുത്തുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം അവകാശപ്പെട്ടു. അതേസമയം കുടിവെള്ള വിതരണത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് പ്രതിപക്ഷാംഗം സ്നുഗിൽ സുബ്രഹ്മണ്യൻ പറഞ്ഞു. വഴിവിളക്കുകളും റോഡ് നിർമ്മാണവും പരാജയമായിരുന്നു. ഹൈടെക് അംഗൻവാടി സ്വപ്നം മാത്രമായി. ബസ് സ്റ്റാൻഡ് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കേച്ചേരി ജംഗ്ഷൻ റോഡ് വികസനം എന്നിവ അട്ടിമറിച്ചു. സ്നുഗിൽ കുറ്റപ്പെടുത്തി. രണ്ടാം ഘട്ട ചർച്ചയിൽ പങ്കെടുത്ത കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചുവെന്ന് അവകാശപ്പെട്ടു. 9 തനത് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. 1 കോടി രൂപ ചെലവഴിച്ച് LED തെരുവുവിളക്കുകൾ സ്ഥാപിച്ചു. കിണർ റീചാർജിംഗ് പദ്ധതി നടപ്പിലാക്കി ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ CPM ഭരണം പഞ്ചായത്തിനെ പിറകോട്ടടിച്ചുവെന്ന് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് പറഞ്ഞു. UDF ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ സാമൂഹ്യദ്രോഹികളുടെ താവളമാക്കി മാറ്റി. പ്രസിഡന്റ് രാഷ്ട്രീയ ഭരണമാണ് നടത്തിയത്. പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ രാഷ്ട്രീയ വിവേചനമാണ് കാണിച്ചതെന്നും പ്രതിപക്ഷാംഗം കുറ്റപ്പെടുത്തി. സംവാദത്തിൽ M ബിജുപാൽ, ജോസ് മാളിയേക്കൽ എന്നിവർ മോഡറേറ്റർമാരായി. CCTV ന്യൂസ് കുന്നംകുളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. UDF, LDF, BJP, SDPI എന്നീ സ്വതന്ത്രർ ഉൾപ്പെടെ 24 പുരുഷന്മാരും 32 സ്ത്രീകളുമാകെ 56 പേരാണ് മത്സര രംഗത്തുള്ളത്. യോഗത്തിൽ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കുമുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. വരണാധികാരി ചാവക്കാട് ADA മനോജ്, വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, സാജൻ C ജേക്കബ് എന്നിവർ പങ്കെടുത്തു. വികസന നേട്ടങ്ങൾ മുൻനിർത്തി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്ത് തുടർഭരണമെന്ന മുദ്രാവാക്യമുയർത്തി കാട്ടാമ്പാൽ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തിറങ്ങി. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 14 വാർഡുകളിൽ CPM-ഉം 2 വാർഡുകളിൽ CPI-യുമാണ് മത്സരിക്കുന്നത്. പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ പട്ടികജാതി സംവരണമാണ്. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും ഷീജ സുഗതൻ, 2-ൽ ഷീജ സുദീപ്, 3-ാം വാർഡിൽ ചിന്നു വിശാഖ്, 4-ാം വാർഡിൽ KS സിന്ധു, വാർഡ് 5-ൽ ബിന്ദു മനോഹരൻ, 6-ൽ ഷാജൻ മാസ്റ്റർ, 7-ൽ മിൻഡോ റനിൽ, 8-ൽ ഖദീജ ഹസൻ, 9-ൽ ബബിത ഷാജൻ, 10-ൽ ജിഷ്ണു AM, 11-ൽ PA യദുകൃഷ്ണ, 12-ൽ സദാനന്ദൻ മാസ്റ്റർ, 13-ൽ രാജി ടീച്ചർ, 14-ൽ AP രാധാകൃഷ്ണൻ, 15-ൽ രേഷ്മ ടീച്ചർ, 16-ൽ സുധീർ എന്നിവരാണ് LDF സ്ഥാനാർത്ഥികൾ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്ന് NK ഹരിദാസും പഴഞ്ഞി ഡിവിഷനിൽ നിന്ന് TS മണികണ്ഠനും മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്ന് പത്മം വേണുഗോപാലാണ് LDF-ന് വേണ്ടി ജനവിധി തേടുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കാട്ടകമ്പാൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇത്തവണ UDF. 16 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് ഐക്യജനാധിപത്യ മുന്നണി നിർത്തിയിരിക്കുന്നത്. സീറ്റിനെ ചൊല്ലിയുള്ള ചെറിയ അഭിപ്രായ ഭിന്നത മൂലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 വാർഡുകൾ നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു. 1-ാം വാർഡിൽ നിന്ന് സ്മിത ഷാജി, വാർഡ് 2-ൽ MS മണികണ്ഠൻ, 3-ൽ പ്രമീള രാജൻ, 4-ാം വാർഡിൽ VV സുഗതകുമാരി, 5-ൽ PG രശ്മി, വാർഡ് 6-ൽ VJ ജബിൻസൺ, 7-ൽ NS കുഞ്ഞുമുഹമ്മദ്, 8-ൽ സാബിറ ആയിഷ, 9-ൽ അനിത ജയ്സൺ, വാർഡ് 10-ൽ E രതീഷ്, 11-ൽ VK മുഹമ്മദ്, 12-ൽ VR സജിത്ത്, 13-ൽ ലിസി ജോസ്, 14-ൽ MA അബ്ദുൾ റഷീദ്, 15-ാം വാർഡിൽ ഷെർലി ബെന്നി, 16-ൽ PV വിദ്യ എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്ന് MK ഖനിയും പഴഞ്ഞി ഡിവിഷനിൽ നിന്ന് NM റഫീഖും മത്സരിക്കും.
ജില്ലാ പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷനിൽ നിന്ന് കല്യാണി എസ് നായരാണ് UDF വേണ്ടി ജനവരി തേടുക. CCTV ന്യൂസ് പെരുമ്പിലാവ്. കാട്ടകമ്പാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരാൾ മാത്രം. മൂലേപ്പാട് 12ാം വാർഡിൽ മത്സരിക്കുന്ന സജി മാത്യു ആണ് 3 മുന്നണികളോടും ഒറ്റയ്ക്ക് പൊരുതുന്നത്. 16 വാർഡുകളിലായി 49 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ് വിമതരും മത്സരരംഗത്തുണ്ടായിരുന്നു. മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ചത് കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരുന്നു. ഇത്തവണ കേരള കോൺഗ്രസും ജോസഫ് വിഭാഗം മത്സരിക്കാൻ 2 വാർഡുകൾ പത്രിക നൽകിയെങ്കിലും ചർച്ചയിലൂടെ ഇവരെ പിന്തിരിപ്പിക്കാനായത് കോൺഗ്രസിന് നേട്ടമായി. CPM കുടുംബത്തിൽ നിന്ന് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. എരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പ് 12ാം വാർഡിലെ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിന്ദു ഗോപാലനാണ് CPM സ്ഥാനാർത്ഥിയായ ബബിതയ്ക്ക് എതിരായി മത്സരിക്കുന്നത്. CPM നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ AK കണ്ണന്റെ സഹോദരന്റെ ഭാര്യയാണ് ഇവർ. കണ്ണൻ വാർഡ് 14-ൽ LDF സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ BJPയാണ് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. സുരേഷ് നാലുപുരയ്ക്കലാണ് 12ാം വാർഡ് മെമ്പറായിരുന്നത്. CPMന്റെ ഉറച്ച കോട്ടയായിരുന്ന കൊടുമ്പ് 12ാം വാർഡ് BJP പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണ വാർഡ് തിരിച്ചുപിടിക്കാൻ CPM ശ്രമം നടത്തുമ്പോഴാണ് CPM കുടുംബാംഗമായ ബിന്ദു ഗോപാലൻ റിബലായി വന്നത്. ഇവർക്ക് UDF പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് CPMന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ശാന്തി കൃഷ്ണയാണ് BJP സ്ഥാനാർത്ഥി. CCTV ന്യൂസ് എരുമപ്പെട്ടി. അമ്മയ്ക്ക് വേണ്ടി മകളും കൂട്ടുകാരും മതിൽ എഴുത്ത് നടത്തി പ്രചരണം കൊഴുപ്പിക്കുന്നു. പുന്നൂർക്കുളം പഞ്ചായത്ത് 4ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിനി വസന്തകുമാറിന് വേണ്ടിയാണ് മകളും ആർക്കിടെക്ട് 3ാം വർഷ വിദ്യാർത്ഥിനിയും കൂടിയായ നന്ദിനിയും സുഹൃത്തുക്കളായ നാരായണി, ലാൽകൃഷ്ണ, ഗോകുൽദാസ് തുടങ്ങിയവർ ചേർന്ന് മതിലെഴുത്ത് നടത്തുന്നത്. വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മയ്ക്ക് വേണ്ടി മകളും കൂട്ടുകാരും ചേർന്ന് മതിലുകളെ വാക്കുകളാലും വരകളാലും വർണ്ണമനോഹരമാക്കിയിട്ടുണ്ട്. ചാവക്കാട് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. A. നവാസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബീന രവിശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ PV ബദറുദ്ദീൻ, ലത്തീഫ് പാലിയൂർ, അനീഷ് പാലിയൂർ, MS ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. K. നവാസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും ജലീൽ വലിയകത്ത് കൺവീനറായും അഡ്വക്കേറ്റ് സാജൻ ട്രഷററായുള്ള 201 അംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. മുൻ ചെയർമാൻമാരുടെ പേരെടുത്ത് പരിശോധിച്ചാൽ മീർ സാഹിബായാലും അബൂബക്കറായാലും പോക്കുട്ടി ഹാജി ആയാലും അവരുടെ കാലഘട്ടം ഐക്യജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ ചെയർമാൻമാർ എന്ന നിലയിൽ ചാവക്കാടിന്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടും. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 5420 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,983 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.04 ആണ്. 24 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കും. രോഗം സ്ഥിരീകരിച്ചവരിൽ 83 പേർ സംസ്ഥാന പുറത്തുനിന്ന് വന്നവരാണ്. 4693 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 592 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ്. ചികിത്സയിലായിരുന്ന 5149 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ 556 പേർക്ക് കൂടി കോവിഡ്. 924 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6609 ആണ്. തൃശൂർ സ്വദേശികളായ 96 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 55,910 ആണ്. 48,893 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ചൊവ്വാഴ്ച സമ്പർക്കം വഴി 542 പേർക്ക് രോഗം ബാധിച്ചു. കൂടാതെ 5 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 5 പേർക്കും രോഗോറവിടം അറിയാത്ത 4 പേർക്കും രോഗബാധ ഉണ്ടായി.
ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ പോലീസുകാരനടക്കം 11 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 56 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 4 പേർക്കും വിവിധ ആശുപത്രികളായി നടത്തിയ RT-PCR പരിശോധനയിൽ 7 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂക്കോട് സോണിൽ 8 പേർക്കും അർബൻ സോണിൽ 2 പേർക്കും തൈക്കാട് സോണിൽ ഒരാൾക്കുമാണ് രോഗബാധ ഉണ്ടായത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ പാലക്കാട് സ്വദേശിയായ പോലീസുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസവും ഒരു പോലീസുകാരന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. കിഴക്കേനടയിലെ ചാവക്കാട് കാർഷിക വികസന ഭൂപണയ ബാങ്കിലെ ജീവനക്കാരനും രോഗം സ്ഥിരീകരിച്ചു. ഇയാളുടെ രോഗം ഉറവിടം അറിയാത്തതിനാൽ ബാങ്ക് താൽക്കാലികമായി അടച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 5 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽപ്പെട്ടവരാണ്. കടപ്പുറം പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 2 പേർക്കും ഇന്ന് രോഗം ബാധിച്ചു. ഒരാൾ ഗുരുവായൂർ നഗരസഭാ പരിധിയിൽപ്പെട്ടയാളാണ്. 45 പേരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. പുന്നീർകുളം അണ്ടത്തോട് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പഞ്ചായത്ത് ജീവനക്കാരിയടക്കം 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച അണ്ടത്തോട് റൗഹാത്ത് ഓഡിറ്റോറിയം നടത്തിയ പരിശോധനയിലാണ് 9 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പുന്നീർകുളം പഞ്ചായത്തിലെ 6 പേർക്കും വടക്കേക്കാട് 1 മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്നുള്ള 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ 14 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 11 പേർക്കും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ RT-PCR പരിശോധനയിൽ 3 പേർക്കുമാണ് രോഗം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടവർക്കും അക്കിക്കാവ് ഓട്ടോ സ്റ്റാൻഡിലെ 14 ഡ്രൈവർമാർക്കും തിപ്പലശ്ശേരിയിലെ 4 ഓട്ടോ ഡ്രൈവർമാർക്കുമാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്തിൽ സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. 11-ാം വാർഡിൽ 61 വയസ്സുള്ള പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്ക്. ചിറനല്ലൂരിൽ 43 വയസ്സുള്ള സ്ത്രീ, കേച്ചേരിയിൽ 52 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂരിൽ കോവിഡ് ബാധിച്ച് വിമുക്ത ഭടൻ മരിച്ചു. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം മണികണ്ഠ നിവാസിൽ 80 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. കഴിഞ്ഞ 4-ന് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് 9-ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടാണ് മരിച്ചത്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നാളെ നഗരസഭാ വാതക ശ്മശാനത്തിൽ നടക്കും. ഇതോടെ നഗരസഭാ പരിധിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 ആയി. പൂക്കോട് സോണിൽ 6 പേരും അർബൻ സോണിൽ ഒരാളുമാണ് മരിച്ചത്. മറ്റു വാർത്തകൾ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ ഏകാദശി ചടങ്ങുകൾ നടക്കുക. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിച്ചേരുന്ന മുഹൂർത്തം കൂടിയാണിത്. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന 5000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല. കഴിഞ്ഞ 1 മാസമായി നടന്നുവന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി വിളക്കാഘോഷം. രാവിലെ 10-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാവും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് മേളം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. ദശമി ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ തുറന്ന ക്ഷേത്രനട ദ്വാദശി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8:30-നാണ് അടയ്ക്കുക. പൂജാസമയമൊഴികെയുള്ള സമയങ്ങളിൽ ഭക്തർക്ക് തുടർച്ചയായി ദർശനത്തിന് സൗകര്യമുണ്ടാകും. വർഷത്തിൽ ദശമി, ഏകാദശി ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രനട മുഴുവൻ സമയവും തുറന്നിരിക്കുന്നത്. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകാറുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇത്തവണ ഉണ്ടാകില്ല. ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച ദശമി നെയ് വിളക്കാഘോഷിച്ചു. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി രൂപീകരിച്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് ദശമി വിളക്ക് ആഘോഷിച്ചത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കോവിഡ് ഭീതിക്കിടയിലും നിയന്ത്രണങ്ങൾ പാലിച്ച് ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു. കേശവൻ വിടവാങ്ങിയതിന്റെ 44-ാം വാർഷികം ആനപ്രേമികളെ സംബന്ധിച്ച് മറക്കാനാകാത്ത ദിവസമായിരുന്നു. വർഷങ്ങളായി ആർഭാടമായി നടന്നിരുന്ന അനുസ്മരണം ഇത്തവണ ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തിയത്. വിദേശീയരടക്കം ആയിരങ്ങൾ തിങ്ങിനിറയേണ്ട ക്ഷേത്ര പരിസരം നാമമാത്രമായ ജനസാന്നിധ്യത്തിലാണ് നടന്നത്. 20-ലധികം ആനകൾ പങ്കെടുക്കേണ്ട ചടങ്ങിന് ഇത്തവണ 2 ആനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ 7-ന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് ചടങ്ങ് ആരംഭിച്ചത്. ഗുരുവായൂർ മുരളിയുടെ നേതൃത്വത്തിൽ നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ കൊമ്പൻ ബലറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും ഛായാചിത്രം വഹിച്ച് അണിനിരന്നു.
റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം ഏറ്റുവാങ്ങി മഞ്ജുളാൽ വഴി കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി. തുടർന്ന് കുളപ്രദക്ഷിണ നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രണാമം അർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ എ വി പ്രശാന്ത്, EPR വേശാല, കെ വി ഷാജി, അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രിജാകുമാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ടെമ്പിൾ SHO സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് കാണികളെ നിയന്ത്രിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. കോവിഡ് ജാഗ്രതയ്ക്കിടയിൽ ഒളിമങ്ങാത്ത ഭക്തിയുമായി ഗുരുവായൂരപ്പ സന്നിധിയിൽ നിയന്ത്രണങ്ങളോടെ സംഗീത പെരുമഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ദശമി ദിനത്തിൽ ആയിരങ്ങളുടെ മനം കവരാറുള്ള പഞ്ചരത്ന കീർത്തനാലാപനം ചടങ്ങ് മാത്രമായെങ്കിലും നടത്താൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് സംഗീത പ്രേമികൾ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിലെ പ്രധാന ആകർഷണമാണ് 1 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചെമ്പൈ സംഗീതോത്സവം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും പഞ്ചരത്ന കീർത്തനം ചുരുക്കി നടത്തുകയായിരുന്നു. 100ഓളം സംഗീതജ്ഞർ ഒത്തുചേർന്നാണ് കീർത്തനം ആലപിക്കാറ്. എന്നാൽ ഇത്തവണ 11 സംഗീതജ്ഞർ മാത്രം ഇരുന്നാണ് സംഗീത തേന്മഴ പൊഴിച്ചത്. സംഗീതരംഗത്തെ തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം ആയിരങ്ങളാണ് ആസ്വദിക്കാനെത്താറ്. ഇത്തവണ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ആസ്വാദകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സാമൂഹിക അകലം പാലിച്ചാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നത്. രാവിലെ 9-ന് ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിച്ച മംഗളവാദ്യത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് സൗരാഷ്ട്ര രാഗത്തിലെ ഗണപതിം എന്നു തുടങ്ങുന്ന ഗണപതി സ്തുതിയുണർത്തി. ത്യാഗരാജസ്വാമികളുടെ നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക, ഗൗളരാഗത്തിലെ ദുടുക്കുകല എന്ന കീർത്തനവും സാധിഞ്ചനെയും വരാളിയിൽ കനകരുചിരയും ശ്രീരാഗത്തിലെ എന്തൊരു മഹാനുഭാവലു എന്നീ കീർത്തനങ്ങളും ആലപിച്ചതോടെ സംഗീതാസ്വാദകർ ആനന്ദലഹരിയിലായി. കർണാടക സംഗീതരംഗത്തെ കുലപതികളായ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ഗുരുവായൂർ കെ മണികണ്ഠൻ, ഡോക്ടർ MS പരമേശ്വരൻ, ഡോക്ടർ മഹിതാവർമ്മ, ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി, അഭിരാം ഉണ്ണി എന്നിവർ പഞ്ചരത്നം ആലപിച്ചപ്പോൾ തിരുവിഴ വിജു S ആനന്ദ്, മാഞ്ഞൂർ രഞ്ജിത്ത് എന്നിവർ വയലിനിലും, കുഴൽമന്ദം രാമകൃഷ്ണൻ, ഗുരുവായൂർ സനോജ് എന്നിവർ മൃദംഗത്തിലും, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടത്തിലും പക്കമേളം ഒരുക്കി. സംഗീതപ്രേമികളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് ദേവസ്വം തത്സമയം ഓൺലൈനിൽ സംപ്രേഷണം ചെയ്തിരുന്നു. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്ഥന്റെ ചെമ്പൈ സ്മാരക പുരസ്കാരം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിക്ക് സമ്മാനിച്ചു. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ചെമ്പൈ ഭാഗവതരുടെ ശിഷ്യനും കർണാടക സംഗീത രംഗത്തെ മുതിർന്ന കലാകാരനുമാണ് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഭരണസമിതി അംഗം കെ അജിത്ത് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, എ വി പ്രശാന്ത്, കെ വി ഷാജി, EPR വേശാല, അഡ്മിനിസ്ട്രേറ്റർ ടി ബ്രിജാകുമാരി എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി കേച്ചേരി എരനല്ലൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് കേച്ചേരി പെരുമണ്ണ സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ മുഹമ്മദിന്റെ മകൻ നിഷാം, മരത്തങ്കോട് വെള്ളിത്തിരുത്തി സ്വദേശി മാളിയക്കൽ വീട്ടിൽ തമ്പിയുടെ മകൻ സെബാസ്റ്റ്യൻ എന്നിവർക്കും ചൊവ്വാഴ്ച രാവിലെ പുതുശ്ശേരി സെന്ററിനടുത്ത് ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് പുതുശ്ശേരി സ്വദേശി കൂളംപുറത്ത് വീട്ടിൽ ചന്ദ്രന്റെ മകൻ അശ്വിനുമാണ് പരിക്കേറ്റത്. അപകടങ്ങളിൽ പരിക്കേറ്റവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ ആശുപത്രികളിൽ എത്തിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവിനെ കള്ളനോട്ട് കേസിൽ അറസ്റ്റ് ചെയ്തു. പുറ്റേക്കരയിലെ കോൺഗ്രസ് നേതാവ് അഭിലാഷിനെയാണ് കള്ളനോട്ട് കേസിൽ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് അച്ചടി യന്ത്രങ്ങളും 7 ലക്ഷം രൂപയുടെ കള്ളനോട്ടും ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് പിടിയിലായത്. നോട്ട് അച്ചടിച്ചിരുന്നത് അഭിലാഷാണെന്നുള്ള കൂട്ടുപ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൈപ്പറമ്പ് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഭിലാഷ് മത്സരിച്ചിരുന്നു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്നിൽ കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജോർജ് കുട്ടി എന്നയാളുടെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കിണറ്റിൽ വീണത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി 60 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്നും പശുവിനെ കരയ്ക്ക് കയറ്റി. വീഴ്ചയിൽ പശുവിന് കാര്യമായി പരിക്കേറ്റിട്ടില്ല. അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK എൽധോയുടെ നേതൃത്വത്തിലെത്തിയ സേനാംഗങ്ങൾ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ കരക്കെത്തിച്ചത്.
കിണറ്റിൽ ഓക്സിജന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആഴക്കൂടുതൽ മൂലം സേനയുടെ ലാഡർ എത്താതെ വന്നതിനാൽ നെറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആർ അഭിലാഷ് കുമാർ, പി സുമിത്രൻ എന്നിവർ കിണറ്റിലിറങ്ങി. എന്നാൽ 18 അടിയോളം വെള്ളമുണ്ടായിരുന്നതിനാലും പശു വെള്ളത്തിൽ ശക്തമായി കാലുകളടിച്ച് നീന്തുന്നതിനാലും സേനാംഗങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ നന്നേ ക്ലേശിക്കേണ്ടി വന്നു. തുടർന്ന് ലൈഫ് ജാക്കറ്റ് ധരിച്ച് 1.5 മണിക്കൂർ നേരത്തെ തീവ്ര ശ്രമം കൊണ്ടാണ് പശുവിനെ ബന്ധിച്ച് കരക്കെത്തിച്ചത്. CCTV ന്യൂസ്, കുന്നംകുളം. അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി ഹൈടെക് റോഡ് നിർമ്മാണത്തിനിടെ കുടിവെള്ള വിതരണ പൈപ്പുകൾക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് കുടിവെള്ളം നിലച്ച പുത്തൻകുളം പാടം റോഡിലെ വീടുകൾ കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി KA ഉല്ലാസിന്റെ നേതൃത്വത്തിൽ അധികൃതർ സന്ദർശിച്ചു. 100ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന ജനകീയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് 1.5 മാസം മുൻപ് തകർന്നത്. പ്രദേശത്തെ മിക്ക വീടുകൾക്കും സ്വന്തമായി കിണറില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. അതിനാൽ തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ കിഫ്ബി തയ്യാറായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും അവർ പറഞ്ഞു. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പൾസി ഓക്സിമീറ്റർ വിതരണം ചെയ്തു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KC ജോസ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിക്ക് ഓക്സിമീറ്റർ കൈമാറി. ലയൺസ് ക്ലബ് പ്രൊജക്ട് ഹെൽത്തി ലങ്സ് ഹാപ്പി ലൈഫ് കോർഡിനേറ്റർ ഡോക്ടർ ജോജു പോംസൺ അധ്യക്ഷത വഹിച്ചു. ലയൺസ് സോൺ ചെയർമാൻ സജി സണ്ണി, ലയൺസ് ക്ലബ് സെക്രട്ടറി PS പ്രമോദ്, ട്രഷറർ K സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് TV ജോൺസൺ, ഡയറക്ടർമാരായ PM ബാലകൃഷ്ണൻ, VA കൊച്ചുലാസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാവക്കാട് കടപ്പുറം മുനക്കക്കടവ് അഴിമുഖത്ത് ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. അഴിമുഖം പുതുശങ്കുരുവിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഈ സമയം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചു. നാട്ടുകാർ കടലിൽ നിന്നും സമീപത്തെ തോടുകളിൽ നിന്നും വെള്ളം കോരിയാണ് തീയണയ്ക്കാൻ ശ്രമിച്ചത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം തൊട്ടടുത്ത വീട് തീപിടുത്തത്തിൽ നിന്നും ഒഴിവായി. തുടർന്ന് ഗുരുവായൂരിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ സുൽഫി ഇബ്രാഹിം, സീനിയർ റെസ്ക്യൂ ഓഫീസർ P അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേന എത്തിയാണ് പൂർണ്ണമായും തീയണച്ചത്. തീപിടുത്തത്തിൽ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായ ചത്തു. കൂടാതെ വീട് പണിക്കായി മാറ്റിവെച്ചിരുന്ന 1.5 ലക്ഷം രൂപയും വീട്ടുപകരണങ്ങളും തെങ്ങുകളും പൂർണ്ണമായും കത്തിനശിച്ചു. ചാവക്കാട് പോലീസ് SI ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PV ഉമ്മർകുഞ്ഞി, മുൻ മെമ്പർ PA അഷ്കർ അലി, വില്ലേജ് ഓഫീസർ മനോജ് എന്നിവർ സംഭവസ്ഥലത്തെത്തി. അടുപ്പിൽ നിന്നാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അദ്ദേഹത്തിന് ഇട്ട ഡ്രസ്സല്ലാതെ മറ്റോ ഒന്നും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹത്തിന് PMAY ഉൾപ്പെടെ വീട് നിർമ്മിക്കുന്നതിനായി വെച്ചിരുന്ന 1.5 ലക്ഷം രൂപയോളം ക്യാഷ് ഉൾപ്പെടെ കത്തിനശിച്ചു. അതുപോലെ തന്നെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വീട്ടിൽ വളർത്തുനായ ഉൾപ്പെടെ കത്തിനശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാർ നല്ലവരായ സുമനസ്സുകൾ അദ്ദേഹത്തിന് വേണ്ട സഹായം നൽകി സഹായിക്കണം. അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അസുഖബാധിതനാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പെൻഷനും ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ സുമനസ്സുകളായ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. CCTV ന്യൂസ്, ചാവക്കാട്. കോവിഡ് വാർഡുകളിലേക്ക് വീണ്ടും കൂൾ വാട്ടർ ഡിസ്പെൻസർ നൽകി SYS സാന്ത്വനം. തൃശൂർ മെഡിക്കൽ കോളേജ് കോവിഡ് വാർഡുകളിലേക്കാണ് SYS സാന്ത്വനം വാട്ടർ കൂളർ നൽകി മാതൃകയായത്. SYS ജില്ലാ ഉപാധ്യക്ഷൻ അബ്ദുൾ അസീസ് നിസാമി വരവൂർ, സാന്ത്വനം ജില്ലാ കോർഡിനേറ്റർ ബഷീർ അഷ്റഫി എന്നിവരിൽ നിന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബിജു കൃഷ്ണൻ കൂളർ ഏറ്റുവാങ്ങി. സൂപ്രണ്ട് ഓഫീസ് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ നിഷ, ARMO ഡോക്ടർ രാധിക, ഹെൽത്ത് ഇൻസ്പെക്ടർ NP മുഹമ്മദ്, ഹാരിസ് ഫാലിലി, യാസർ വടുതല എന്നിവർ പങ്കെടുത്തു. ഈ കോവിഡ് കാലത്ത് 10 വാട്ടർ കൂളറുകളാണ് SYS സാന്ത്വനം മഹല്ല തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് നൽകിയത്. ചമ്മന്നൂർ അമൽ സ്കൂൾ ഓൺലൈൻ പഠന ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുവാനും ഫീസ് ഇളവ് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുമായി സ്കൂളിലെത്തിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ ഗേറ്റ് അടച്ച് സ്കൂൾ മാനേജ്മെന്റ്. തർക്കത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അധികൃതരുമായി സംസാരിച്ച് പരിഹാരം കാണാമെന്ന തീരുമാനത്തിൽ രക്ഷിതാക്കളെ തിരിച്ചയച്ചു. ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. കഴിഞ്ഞ 11-നാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത്. തുടർന്ന് 18-ാം തീയതി രക്ഷിതാക്കൾ സ്കൂളിലെത്തി ചെയർമാനോട് സംസാരിക്കുകയും വീണ്ടും ഓൺലൈൻ ക്ലാസ്സിൽ ആഡ് ചെയ്യാം എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. എന്നാൽ പല കുട്ടികളെയും ക്ലാസ്സിൽ ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല 50% ഫീസ് ഇളവ് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾക്ക് അനുവദിച്ചു തരണമെന്ന് അപേക്ഷിച്ച് നിവേദനം ചെയർമാന് നൽകിയിരുന്നു.
എന്നാൽ ഇതിനൊരു മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല. ഇതിനെ തുടർന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റിനോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചാണ് സ്കൂളിലെത്തിയത്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 18/11/2020 ഇവിടെ കുറച്ച് പാരൻസ് വന്നിട്ട് ഈ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം നിന്നതിൻ്റെ ശേഷം വർക്കിംഗ് ഡേ ആണ്, വീക്കെൻഡ് അല്ല. ഈ വർക്കിംഗ് ഡേയിൽ വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആരുമില്ല, പ്രിൻസിപ്പളില്ല, മാനേജ്മെൻറ്റ് ആരുമില്ല, സ്റ്റാഫ് ഫീസ് വാങ്ങിക്കാനുള്ള സ്റ്റാഫ് അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് മാനേജ്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും വരണമെന്നും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അറക്കൽ ഖാലിദ് സാഹിബ്, മൂപ്പരാണ് ഇതിൻ്റെ ചെയർമാനും തോന്നുന്നു, അദ്ദേഹം വന്നതിന് ശേഷം ഈ വന്ന പേരൻസ് എല്ലാവരും കൂടിയിട്ട് വിവരങ്ങൾ ധരിപ്പിക്കേണ്ടായി. എന്നാൽ ഗേറ്റ് കീപ്പർ എല്ലാ ഗേറ്റുകളും താഴിട്ട് പൂട്ടുകയും ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നാണ് ചെയർമാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ തടയുകയുമാണുണ്ടായത്. ചെയർമാന്റെ മൊബൈൽ നമ്പറും നൽകിയില്ല. മാനേജ്മെന്റിന്റെ ധിക്കാരപരമായ നടപടിയാണിതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. നമ്മളെ മക്കൾ പഠിച്ച നമ്മളെ ഫീസ് കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങും സ്കൂളും കോമ്പൗണ്ടാണിത്. ഇതാരും മാനേജ്മെന്റ് കുടുംബത്തിൽ നിന്ന് കൊടുത്തിട്ട് ഉണ്ടാക്കിയതല്ലത്. അത് തുറന്നിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ട്. ഇന്നത് പൂട്ടിട്ടിരിക്കണം. ഞങ്ങൾ ഇന്ന് വരുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത് ഒരു ഗ്രൗണ്ട് പൂട്ടിട്ടിരിക്കണം. അപ്പോൾ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് എൻട്രി കിട്ടിയിട്ടില്ല. അവിടെ ആരും ഇല്ല. വേണമെങ്കിൽ 4 ആൾ വന്നിട്ട് എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ആരോട്? സെക്യൂരിറ്റി. അവിടെ സ്റ്റാഫ് ഉണ്ട്, ഫീസ് വാങ്ങിക്കാനുള്ള സ്റ്റാഫ്, അതവർ നിലനിർത്തും. തുടർന്ന് രക്ഷിതാക്കൾ ഒരു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി സംസാരിച്ചതിനു ശേഷമാണ് ഗേറ്റ് തുറക്കാൻ തയ്യാറായത്. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ 74 പേർ ഒപ്പിട്ട നിവേദനവും മാനേജ്മെന്റ് കമ്മിറ്റിക്ക് രക്ഷിതാക്കൾ സമർപ്പിച്ചു. സംഭവസ്ഥലത്തെത്തിയ വടക്കേക്കാട് ASI അക്ബർ, CPO രൺദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്കൂൾ അധികൃതരുമായി സംസാരിച്ച് വിഷയത്തിൽ പരിഹാരം കാണാമെന്ന ഉറപ്പിൽ രക്ഷിതാക്കളെ തിരിച്ചയക്കുകയായിരുന്നു. KV ഷംസുദ്ദീൻ, A ബഷീർ, VP നസീർ, U ബാപ്പു, ബാദുഷ വാലിപ്പുരയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ ആര്യയ്ക്ക് +2 അധ്യാപകർ ചേർന്ന് മൊബൈൽ ഫോൺ സമ്മാനമായി നൽകി. ചാലശ്ശേരി സ്കൂളിൽ നിന്ന് SSLCക്ക് എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥിനി സ്കൂളിനും അഭിമാനമായിരുന്നു. നിലവിൽ BA എക്കണോമിക്സിന് ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഇല്ലാതിരുന്നതിന്റെ പ്രയാസം അറിഞ്ഞാണ് പ്രിൻസിപ്പൽ ഗീത ജോസഫിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ചേർന്ന് മൊബൈൽ ഫോൺ നൽകുവാൻ മുന്നോട്ട് വന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആര്യയ്ക്ക് മൊബൈൽ ഫോൺ കൈമാറി. കേരള മുഖ്യമന്ത്രിയുടെ 2020 പോലീസ് മെഡൽ പുരസ്കാരം നേടിയ ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ ശ്രീകുമാറിനെ ആദരിച്ചു. ചാലശ്ശേരി ഹെർബ്സ് സ്പോർട്സ് ഷോപ്പ് ഉടമ നിയാസ് ശ്രീകുമാറിനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. ASI ഡേവി, ബീറ്റ് ഓഫീസർ S രതീഷ്, CPO രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആഘോഷിച്ചു. സന്ധ്യാപ്രാർത്ഥന, അങ്ങാടി ചുറ്റി പ്രദക്ഷിണം, ആശീർവാദം, പ്രഭാത നമസ്കാരം, 3 കുർബാന, കബറടത്തിൽ ധൂപപ്രാർത്ഥന, നേർച്ച വിളമ്പൽ തുടങ്ങിയവ നടത്തി. വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂൾ സുപ്പീരിയർ ഫാദർ ജോസഫ് റംബാൻ, സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, ഫാദർ കുര്യച്ചൻ മാത്യു തൊഴുത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 155ാമത് ശിലാസ്ഥാപന പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് എൽദോ മോർ ബെസേലിയോസ് ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥന നടത്തി. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആരംഭിച്ചു. കുരിശുതൊട്ടികളിൽ ധൂപപ്രാർത്ഥനയും നടത്തി. ചാപ്പലിലെത്തിയ ശേഷം ഫാദർ ജേക്കബ് കക്കാട്ട് ആശീർവാദം നടത്തി. പെരുന്നാൾ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഫാദർ ജേക്കബ് കക്കാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജേക്കബ് കോർ എപ്പിസ്കോപ്പ സഹകാർമ്മികത്വം വഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പെരുന്നാൾ ചടങ്ങുകൾ നടത്തിയത്. ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പുലിയന്നൂർ കുറുവന്നൂർ സ്വദേശി മിഥുനെ വേലൂർ പഞ്ചായത്ത് 17ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു. 17ാം വാർഡ് സ്ഥാനാർത്ഥി ലൂസി ജോസ് മിഥുന് മൊമന്റോ കൈമാറി. കുറുവന്നൂർ പുതൂര് മുകുന്ദൻ ലീന ദമ്പതികളുടെ മകനാണ് മിഥുൻ. ISL ഫുട്ബോൾ ലീഗിലെ എല്ലാ ടീമുകളുടെയും പേരുകൾ പെൻസിലിന്റെ ലെഡിൽ മനോഹരമായി കൊത്തിയെടുത്തതിനാണ് മിഥുന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ലഭിക്കാൻ കാരണം. നവമാധ്യമ കാഴ്ച. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പിഴ അടയ്ക്കേണ്ടി വരും. അതിപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും. പക്ഷേ കുട്ടികൾക്ക് പൊതുവഴിയിൽ നിന്ന് ഒരു മിഠായി കഴിക്കണമെന്ന് തോന്നിയാലോ? അതിനുമുണ്ടൊരു സൂത്രവിദ്യ. കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വടക്കേക്കാട് നിന്ന് പറങ്ങത്ത് വിജയൻ നൽകി ദൃശ്യം.
can't sleep at night, so I just keep writing. I don't need no help, I don't need opinions, so don't waste my time then. I just been living online, my city don't show me no love and that's fine. My local radio stations, I got more plays than all of these rappers combined. I'm going again, I've been going in. I'm fed up with so many things, I gotta just let it all out. I'm talking about the shit they've been talking about. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4610 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം സഹകരണ ജീവകാരുണ്യ സമിതി പ്രസിഡന്റും ദീർഘകാലം ഗുരുവായൂർ നഗരസഭാ ജീവനക്കാരനുമായിരുന്ന മാമരക്കാട്ട് കരുണാകരന്റെ ഭാര്യ ശാരദ നിര്യാതയായി. 68 വയസ്സായിരുന്നു. മരണശേഷം നടത്തിയ കോവിഡ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ, വനജ, സുരേഷ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി വെള്ളറക്കാട് ആദൂർ പുതുമന വീട്ടിൽ പരേതനായ ഗോപാലൻ നായർ ഭാര്യ കുഞ്ഞിക്കാവു അമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വടക്കേക്കാട് വയലത്തൂർ പടിഞ്ഞാക്കര പൂളക്കാട്ടിൽ പരേതനായ ബാബുവിന്റെ മകൻ കുഞ്ഞു മുഹമ്മദ് എന്ന ബാബു നിര്യാതനായി. 67 വയസ്സായിരുന്നു. ലേഖയാണ് ഭാര്യ. ബിജു, ഷഹീൽ, ജസിദ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ ആകെ മത്സരിക്കുന്നത് 7101 സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞെങ്കിലും വിജയത്തിന് ഭീഷണിയായി പലയിടത്തും വിമതർ. കുന്നംകുളത്ത് മത്സര രംഗത്ത് ആകെ 140 പേർ. കോൺഗ്രസിലെയും സേവ് കോൺഗ്രസിലെയും നേതാക്കൾ റിബലുകളായി രംഗത്ത്. കോൺഗ്രസ് റിബലുകളിൽ റെക്കോർഡിട്ട് വേലൂർ പഞ്ചായത്ത്. കാട്ടകാമ്പാലിൽ വിമത സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിപ്പിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. കോവിഡ് ഭീതിക്കിടയിലും നിയന്ത്രണങ്ങൾ പാലിച്ച് ഗുരുവായൂരിൽ ഗജരാജൻ കേശവൻ അനുസ്മരണം. നിയന്ത്രണങ്ങളോടെ സംഗീത പെരുമഴയായി പഞ്ചരത്ന കീർത്തനാലാപനം. ചെമ്പൈ സ്മാരക പുരസ്കാരം മണ്ണൂർ രാജകുമാരൻ ഉണ്ണിക്ക് സമ്മാനിച്ചു. സംസ്ഥാനത്ത് 5420 പേർക്ക് കൂടി കോവിഡ്. 4693 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 5149 പേർക്ക് രോഗമുക്തി. 24 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 556 പേർക്ക് കൂടി കോവിഡ്. 924 പേർ രോഗമുക്തരായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.